അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് ഇദ്ദയെക്കുറിച്ചും ഇദ്ദയും ഇരുട്ടറയും എന്ന വിഷയമാണ് ആസ്പദമാക്കുന്നത്. ഇദ്ദ എന്നാൽ എന്താണ്? അതിൻ്റെ രൂപം എങ്ങനെയാണ്? പലരും മറ അഥവാ ബാത്റൂം അടക്കമുള്ള മുറി നിർമ്മിച്ച് പുറത്തൊരാളെയും കാണാതെ കഴിയുന്നു. ഈ കാലയളവ് കഴിഞ്ഞാലോ അതിന് മുമ്പോ ആരെയും കാണാം, സംസാരിക്കാം. ഇങ്ങനെ ഒരു രൂപം ഇദ്ദക്കുണ്ടോ? ആ സമയത്ത് അന്യമതക്കാരായ സ്ത്രീകളെ കാണുന്നത് തെറ്റാണെന്ന് പറയുന്നത് ശരിയാണോ? അങ്ങനെ പലതുകൊണ്ട് ആർത്തവകാരിക്ക് ആ അവസരത്തിൽ മൈലാഞ്ചി ഇടുന്നതിന് വിരോധമുണ്ടോ? അങ്ങനെ പല സംശയങ്ങളുണ്ട്. ഗർഭാശയം ശൂന്യമാണെന്നറിയാനോ? തഅബ്ബുദ് ഇബാദത്തായാലും അല്ലെങ്കിലും യുക്തിക്കതീതമായ കൽപ്പനകൾ എന്ന നിലയിലോ ഭർത്താവിൻ്റെ മരണത്തിൽ ദുഃഖമാചരിക്കാനോ വീക്ഷിതകാലമായി ആചരിക്കുന്നതാണ് ഇദ്ദ. ഇദ്ദക്ക് പ്രത്യേക രൂപം ഇല്ലെങ്കിലും ചില നിബന്ധനകളൊക്കെയുണ്ട്. തിരിച്ചെടുക്കാവുന്ന വിധത്തിൽ മൊഴി ചൊല്ലിയ ഇദ്ദയാണെങ്കിൽ ഭർത്താവിൻ്റെ സമ്മതമില്ലാതെയോ നിർബന്ധ സാഹചര്യത്തിലല്ലാതെയോ പുറത്തു പോകാൻ പാടില്ല. കാരണം അവൾക്ക് ചെലവ് കൊടുക്കാൻ മൊഴി ചൊല്ലിയവന് ബാധ്യസ്ഥനാണ്. മടക്കിയെടുക്കാൻ പറ്റാത്ത വിധത്തിൽ മൊഴി ചൊല്ലിയ ഗർഭിണിയും ചെലവിനർഹതയാകുന്നതിൽ തിരിച്ചെടുക്കാവുന്നവളെ പോലെയാണ് എന്ന് തൊൽഫെട്ടാം വോളിയം 262 വീട് പൊളിക്കുക, അഗ്നിക്കിരയാവുക, വീട്ടിൽ കവർച്ച നടക്കുക, അയൽവാസികളുടെ ആക്രമണമുണ്ടാവുക തുടങ്ങിയവയാൽ ശരീരത്തിനോ കുട്ടിക്കോ സമ്പത്തിനോ വല്ല അപകടവും പറ്റുമെന്ന് ഇദ്ദക്കാരിക്ക് ഭയമുണ്ടായാൽ വീട് മാറി താമസിക്കൽ അനുവദനീയമാണ് എന്ന് തൊൽഫെട്ടാം വോളിയം 262 വിവാഹബന്ധം നിഷിദ്ധമായവർ കൂടെയില്ലെങ്കിൽ മൊഴി ചൊല്ലിയവൻ അവളോട് കൂടെ താമസിക്കുവാനോ അടുത്ത് ചൊല്ലുവാനോ പാടില്ല. അവൻ അന്ധനാണെങ്കിലും ശരി. തിരിച്ചെടുക്കാവുന്ന വിധത്തിലുള്ള മൊഴിയാണെങ്കിലും ഇത് തന്നെ വിധിയെന്ന് തൊൽഫെട്ടാം വോളിയം 269 തിരിച്ചെടുക്കാൻ പറ്റുന്ന വിധത്തിൽ മൊഴി ചൊല്ലിയവളെ ഇദ്ദകാലത്ത് കാണൽ ഭർത്താവിന് നിഷിദ്ധമാണ്. 3 തലാഖ്, കൊല്ല്, വിവാഹബന്ധത്തിന് ശേഷമുണ്ടായ ന്യൂനതയാൽ ഫസ്ഖ് എന്നിങ്ങനെ തിരിച്ചെടുക്കൽ പറ്റാത്ത വിധം ബന്ധം വേർപെട്ടവൾക്ക് ചെലവ് കൊടുക്കൽ ഭർത്താവിന് നിർബന്ധമില്ല. എന്നാൽ ഇവരിൽ ആരെങ്കിലും ഗർഭിണിയാണെങ്കിൽ പ്രസവിക്കൽ കൊണ്ട് ഇദ്ദ കഴിയും വരെ ചെലവ് കൊടുക്കൽ നിർബന്ധമാണ്. അവൾക്ക് പ്രസവിക്കുന്നതിന് മുമ്പ് അവൻ മരണപ്പെട്ടാലും ബാധ്യതയുണ്ട്. ഗർഭിണിയല്ലാത്ത ആർത്തവമുണ്ടാവുന്നവളാണെങ്കിൽ 3 ശുദ്ധിയും അല്ലാത്തവൾക്ക് 3 ശുദ്ധിയുടെ സമയവുമാണ് 3 മാസം ഇദ്ദകാലം. ഇനി ഇത് സംബന്ധിച്ച് ധാരാളമുണ്ട്. ഭർത്തൃവിയോഗ ഇദ്ദയെക്കുറിച്ചും ദുഃഖാചരണത്തെക്കുറിച്ചും താമസത്തെക്കുറിച്ചൊക്കെ പറയാനുണ്ട്. ദീർഘമായി പോകും. ഇൻഷാ അല്ലാഹ് പിന്നീട് സംസാരിക്കാം. കാര്യങ്ങൾ മനസ്സിലായി ഇബാദത്ത് ചെയ്യാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.